ഹലോ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മൈ ജ്വൽസ് ബീറ്റ്സ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കോക്കണ്ണൻ്റെ അശ്വന്ത് ഖോക്കിൻ്റെ ഇഷ്യൂ ആയിട്ടാണ്. എന്താണ് പ്രശ്നം ഭായ്? എന്താണ് ഇവിടെ പാർട്ടിക്കാർ വന്ന് ഇടപെടുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? മൂവി റിവ്യൂ, ഒരു സിനിമയെ പറ്റിയിട്ട്, ഒരു സിനിമ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട്, അല്ലെങ്കിൽ OTTയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് സിനിമ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് ഒരു റിവ്യൂ ഇടുകയാണ്. അതായത് ഒരു സിനിമ കണ്ടു, സിനിമ ഇഷ്ടപ്പെട്ടു, സിനിമയെ പറ്റി നല്ല അഭിപ്രായം പറയുന്നു. ഒരു സിനിമ കണ്ടു, സിനിമ ഇഷ്ടപ്പെട്ടില്ല, ആ സിനിമയെ പറ്റിയിട്ട് മോശം അഭിപ്രായം പറയുന്നു. ഒരു സിനിമ കണ്ടു, ആ സിനിമ ഒരു വകക്ക് കൊള്ളാത്ത, എന്തിനാണെന്ന് എടുത്തതെന്ന് പോലും ആകാത്ത ഒരു സിനിമയെ ട്രോളുന്ന് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു കാണി എന്ന നിലയിൽ, കയ്യിൽ പൈസ കൊടുത്തിട്ട് പോകുന്ന ഒരു കസ്റ്റമർ എന്ന നിലയിൽ ആ ഒരു കസ്റ്റമറിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പടം എടുത്തു വെക്കുക. അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പടം എടുക്കും, അപ്പോഴേ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു അഭിപ്രായത്തിൽ പടം എടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയായിരിക്കും ഇത്ര ഊള പടങ്ങളൊക്കെ എടുത്ത് വിടുന്നത്. അപ്പോൾ ആ ഒരു പടം കണ്ടിട്ട് സ്വന്തം അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നവരെ ഗുണ്ടകൾ വിട്ടിട്ട് ഭീഷണിപ്പെടുത്തുക, പാർട്ടിക്കാർക്ക് മന്ത്രിമാർക്കൊക്കെ പരാതി കൊടുക്കുക, അതിനുശേഷം ഇവിടുത്തെ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരൊക്കെ പോയിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെയാണ് നടക്കുന്നത് നാട്ടിലേട്ടോ. ഒരു സിനിമയെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പറയുന്ന ആളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളെ വിടുകയാണ്. എങ്ങനെ ഇരിക്കണ്? അതും ഗുണ്ടകളെ പണം കൊടുത്ത് വിടുകയല്ല കേട്ടോ. രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന ആൾക്കാരെ പറഞ്ഞു വിടുകയാണ് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ അശ്വന്ത് ഖോക്കിൻ്റെ സ്ഥലത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തി കുറച്ച് നാളുകളായിട്ട് സമ്മർദ്ദത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് FBയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. പടം വാങ്ങി ആവാട്ടെ, അതിനെ പലരും വിശേഷിപ്പിച്ചത് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ എന്തിനാ ഇങ്ങനെ പടം എടുക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഗോൾഡ് എന്നൊരു പടം വന്നു. അത് OTT റിലീസായിരുന്നു കേട്ടോ, മുമ്പേ വന്നതാണ്. ആ ഗോൾഡിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ചവ സാധനമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ രാവണനെ കണക്ക് ഒരു 4-5 രൂപങ്ങളിങ്ങനെ പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് 10-15 പൃഥ്വിരാജ് 2 സൈഡിലേക്കും ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. മറ്റേ ഈ പണ്ടത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ ഫൈറ്റിനിടയിൽ ഇങ്ങനെ അടിക്കില്ല, അപ്പോഴടിക്കുമ്പോൾ ഈ നടൻ്റെ ഈ സൈഡിലേക്കായിട്ട് ആ നടൻ്റെ ഒരു എന്താ അതിന് ഇങ്ങനെ വീണ്ടും 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 ആയിട്ട് കിടക്കുന്നതില്ലേ, ഏകദേശം അതേ കണക്കുള്ള ഒരു പോസ്റ്റർ, പക്കാ ഒത്തിയിട്ടൊരു പോസ്റ്റർ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴും എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എന്തിനാ ഇത് കാണുന്നതെന്ന്. പടം റിലീസായി, ആ പടത്തിൻ്റെ OTTയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. OTTയിലേക്ക് ആ പടം വന്നു, ഗോൾഡ് പടം വന്നു. ആ പടത്തിൻ്റെ എന്നാ ദാരുണമായിട്ടുള്ള അവസ്ഥയാണെന്നോ. നിങ്ങൾ ആലോചിക്കുക, ഒരു വളരെ വലിയൊരു ധനികനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കോടികൾ, ഒരു 100 കോടിയിലൊക്കെ അധികം വിലമതിക്കുന്ന ഈ സ്വർണ്ണ കട്ടകൾ 2 പോലീസുകാരെ പേടിച്ചിട്ട് ഉപേക്ഷിച്ച് പോകുവാണ്. ഓക്കെ, അതും എവിടെയെങ്കിലും പോകട്ടെ, അതൊന്നും വ്യത്യാസമില്ലാത്ത അത്രയും വലിയൊരു കോടീശ്വരൻ കേട്ടോ. ഓക്കെ, ആ ഒരു കഥാപാത്രങ്ങളാണ്. നിങ്ങൾക്ക് ആ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാക്കും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനാ കണ്ടെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ സ്വന്തം നയൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ അമ്മ എന്തിനായിരുന്നു വന്നത്? എന്തിനോ വന്നു, എന്തിനോ പോയി. പിന്നെ എഡിറ്റിംഗ്, അതിനേക്കാളും ദാരുണം. അതിൽ വരുന്ന കഥാപാത്രങ്ങൾ, ഗസ്റ്റ് റോളിൽ വരുന്ന കുറേ കഥാപാത്രങ്ങൾ എന്തിനോ വന്നു, എന്തിനോ പോയി. ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, ഈ ഗോൾഡിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഇതുപോലത്തെ മൂവീസാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നല്ല റിവ്യൂ ചെയ്യുക? അല്ലാതെ ഒരു മൂവി വന്നു, അപ്പോൾ ആ മൂവി കണ്ടു, തീരെ കൊള്ളൂല, അപ്പോഴും ഈ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് സൂപ്പർ പൊളിപ്പൻ മൂവി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? സാധിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പടം ഒരാൾ നമ്മുടെ വീട് കണ്ടിട്ട് പോയി കാണുമ്പോഴേ നിങ്ങൾക്ക് പൈസ വരുമായിരിക്കും, പക്ഷേ നാളെ ഞങ്ങളുടെ കഴിഞ്ഞ മണി മുട്ടും അല്ലേ? അതുമല്ല, ഒരു വിശ്വാസ്യതയുണ്ട്. അതായത് ഇതൊക്കെ നമ്മുടെ ഓരോരുടെ പേഴ്സണൽ ചോയ്സാണ്. ഒടിയൻ കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടു, അപ്പോഴേ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഓക്കെ, അല്ലാതെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴും ഞാൻ നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യും. ഓക്കെ, അതൊക്കെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലേ. ഞങ്ങൾ റിവ്യൂ ഒന്നും പറയുന്നില്ല, ഞാൻ അധികം റിവ്യൂ ചെയ്യലില്ല. പക്ഷേ നമ്മുടെ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലേ. നമ്മുടെ
അശ്വങ്കോക്ക ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് റിവ്യൂസ് ആയിട്ട്. ഈ ഒരു റിവ്യൂസ് സത്യസന്ധമായിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു റിവ്യൂസ് കാണാൻ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ ഒരു ആൾക്കാർ, അതായത് ഈ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയും. അതിലെ നെഗറ്റീവ്സ് ആണെങ്കിൽ നെഗറ്റീവ്സ് പറയും, അല്ല പോസിറ്റീവ്സ് ആണെങ്കിൽ പോസിറ്റീവ്സ് പറയും. അപ്പോൾ അവരത് പറയാൻ പാടില്ല. നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ടാണ് സിനിമ പൊട്ടുന്നതെന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനു മുമ്പും ഈ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ വരുന്നതിന് മുമ്പും സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ പൊട്ടിയിട്ടുണ്ട്. ഈ ആൾക്കാർ വന്നിട്ട് റിവ്യൂ കാണുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കീശയിലെ പണം ഏതോ ഒരുത്തൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പട്ടിത്തീട്ട സാധനത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നൊരു പടം നമ്മൾ കൊടുക്കുന്ന കാശിന് മുതലാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ഓരോ സിനിമയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഈ റിവ്യൂ കണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു റിവ്യൂവിന് ഏകദേശം അടുത്ത് നിൽക്കുന്ന സിനിമയായിട്ട് അവർക്ക് ആ ഒരു സിനിമ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ആ റിവ്യൂസ് കാണാൻ വരും. പിന്നീടുള്ള സിനിമകളുടെ റിവ്യൂസ് കാണാൻ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല സിനിമ എടുക്കുക. നിങ്ങൾ സിനിമ എടുത്തിട്ട് ആ സിനിമയെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബൈ? എന്താ നമ്മുടെ എന്തായിരുന്നു ആ സിനിമയുടെ പേര് മറന്നുപോയല്ലോ, ബ്രോഡാഡി. എന്തിനത്? എന്തോ ഒരു ഫിലിം, ലാലേട്ടൻ്റെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പടം ഇങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പടങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴേ, ആൾക്കാരുടെ മുമ്പിലേക്ക് പോകുമ്പോഴേ, എങ്ങനെ ഇവരൊക്കെ ഈ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാം. പിന്നെ അഭിനയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, അവർക്ക് അവരുടെ ടാലൻറ്റ് മുമ്പോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. എന്നാലും പണം കിട്ടും അവർക്ക്. പക്ഷേ ഒരു സാധാരണക്കാരന് കയ്യിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുമ്പോഴേ, നിങ്ങൾ ഈ ആൾക്കാരെ വെച്ചിട്ട് പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നുണ്ടല്ലോ, വളരെ മികച്ച പടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കാണും. അങ്ങനെ വരുന്ന പടത്തിന് പോകാനേ പാടില്ല. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. കാരണം അത് അത്ര ഊള സാധനമായിരിക്കും. നല്ല പടത്തിന് ഓക്കെ പ്രൊമോഷൻ വേണം. ഇന്നത്തെ കാലത്ത് പ്രൊമോഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. എന്നാലും ഇതുപോലത്തെ സാധനമൊക്കെ ഇട്ടിട്ടെ, വളരെ മികച്ച പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ട് കാണുമ്പോഴേ, കാശിന് കൊള്ളാത്ത ഒരു നമ്മുടെ ഫോൺ ഗെയിമൊക്കെ വെച്ചിട്ട് എടുക്കത്തില്ലേ, അതിന് ഇപ്പോഴത്തെ കുട്ടികളെടുക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ സിനിമയല്ല, ഷോർട്ട് ഫിലിംസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടല്ലോ, അതിനേക്കാളും വൃത്തികെട്ട ലെവലിലുള്ള സാധനമായിട്ട് സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുകയെന്ന് പറയുന്നത് വീഡിയോ ലെങ്ത് ആയല്ലേ. ഇതൊക്കെ ഉള്ളൂ കേട്ടോ, ഇതിൽ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ സിനിമ കാണാമെന്ന് പറയുന്നതേ പെയിൻഫുൾ. അവിടെ പോയി ഇരുന്നിട്ട് 2 മണിക്കൂർ എന്തിനാ പോയെന്ന് ആലോചിക്കേണ്ട അവസ്ഥ. സീരിയസ്.